ഗുരുതരമായ ഒരു വലിയ ബോംബാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. തെളിവുകളടക്കമാണ് അതിപ്പോൾ പുറത്ത് എത്തിയിരിക്കുന്നത്. അതായത് നവംബർ 15 ഈ വർഷം, അതായത് കഴിഞ്ഞ മാസം നവംബർ 15 നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ഒരു നിർണായക യോഗം നടക്കുകയുണ്ടായി. ആ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പങ്കെടുത്ത പ്രമുഖരടക്കമാണ് അതിൽ പങ്കെടുത്തത്. ആ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിൽ ഒന്ന് EVM-നെതിരെ പ്രചരണം ശക്തമാക്കുക, സമരം ശക്തമാക്കുക. ഇതിനായിട്ട് 48 നിരോധിത സംഘടനകൾ, ഇന്ത്യൻ സർക്കാർ നിരോധിച്ച 48 സംഘടനകൾ വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കി എന്നുള്ള ഒരു വലിയ ഗുരുതരമായ ആരോപണം, തെളിവടക്കമാണ് ഇപ്പോൾ മഹാരാഷ്ട്ര നിയമസഭയിൽ അവിടുത്തെ മുഖ്യമന്ത്രി ഫട്നാവിസ് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഈ ഒരു പ്രചരണത്തിലും മഹാരാഷ്ട്രയിൽ BJPയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടും വോട്ട് ജിഹാദ് ഉൾപ്പെടെയുള്ളവ നടത്തുകയുണ്ടായി. ഇതിനായി വന്നിരിക്കുന്നത് 114 കോടി രൂപയാണ് വിവിധ അക്കൗണ്ടിൽ മാലേഗാവിലുള്ള യുവാക്കളുടെ അക്കൗണ്ടിലേക്ക് വന്നത്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ATS നടത്തി വരുന്നു. ഇത് കൂടാതെ 180ഓളം NGOകൾ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംഘടനകൾ ലഘുലേഖകൾ പുറത്തിറക്കിക്കൊണ്ട് EVM-നെതിരെ പ്രചരണം നടത്താനും രാജ്യവിരുദ്ധമായി തന്നെ ജനങ്ങളെ സംഘടിപ്പിക്കാനുമുള്ള നീക്കം നടന്നിരുന്നു. ഇതെല്ലാം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ജോഡോ യാത്ര മുതൽ തന്നെ ഈ 180 സംഘടനകളും നിരോധിതമായ 48 സംഘടനകളും ചേർന്നാണ് ഫണ്ടുകൾ ഒഴുക്കിയിരുന്നത്. ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വരുന്ന സർക്കാരിന്, ഇപ്പോൾ നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് സോറോസിൻ്റെ നിന്ന് ഫണ്ട് വാങ്ങിയത് ഇപ്പോൾ അന്വേഷണത്തിലാണ് കേന്ദ്രത്തിൻ്റെ. അതിനിടയിലാണ് മഹാരാഷ്ട്ര സർക്കാരിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നടത്തിയ നീക്കങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ തെളിവുകളടക്കം നിയമസഭയിലാണ്, മഹാരാഷ്ട്ര നിയമസഭയിലാണ് ഫട്നാവിസ് ഇത് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. ഇതോടുകൂടി കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഫണ്ടിങ് വിദേശത്തു നിന്ന് വന്ന ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതിനുള്ള അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ ഇത് മഹാരാഷ്ട്രയിലാണ് അന്വേഷണം നടക്കുന്നത്. 114 കോടി രൂപ ഈ വോട്ട് ജിഹാദ്, അതായത് മുസ്ലിങ്ങളെ മാത്രം വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന രീതി. മുൻപ് ന്യൂസ് ഇന്ത്യ മലയാളം ഇത് വളരെ വിശദമായി തന്നെ ഒരു വാർത്ത നൽകിയിരുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.